നെയ്യാറ്റിൻകരയിലെ സമാധി കേസിൽ ഗോപൻ സ്വാമിയുടെ മരണകാരണം അറിയാൻ രാസപരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. പരിശോധനാ ഫലം വേഗത്തിൽ ലഭിക്കാൻ പോലീസ് നടപടി തുടങ്ങുകയും ചെയ്തു. ഇതിനായി കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിക്ക് അധികൃതർ കത്ത് നൽകും. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഗോപൻ സ്വാമിയുടെ ശരീരത്തിൽ മുറിവുകളോ മറ്റ് അസ്വാഭാവികതകളോ ഇല്ല എന്ന വിവരം നേരത്തെ ലഭിച്ചിരുന്നു. രാസപരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. മരണത്തിലെ ദുരൂഹത നീങ്ങാൻ 3 പരിശോധനാ ഫലങ്ങളാണ് ലഭിക്കേണ്ടത്. ശ്വാസകോശത്തിൽ എന്തെങ്കിലും കടന്നിട്ടുണ്ടോ എന്നറിയാനുള്ള രാസപരിശോധനാ ഫലം, ഫോറൻസിക് സയൻസ് ലാബ് ടെസ്റ്റ് ഫലം, ആന്തരിക അവയവങ്ങൾക്ക് മുറിവോ മറ്റോ ഉണ്ടോ എന്നറിയാനുള്ള ഹിസ്റ്റോപതോളജിക്കൽ ഫലം എന്നിവയാണ് ഇനി ലഭിക്കേണ്ടത്. കുടുംബാംഗങ്ങളുടെ മൊഴി ഇനിയും എടുക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള തുടർ നടപടികൾ പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ പോലീസ് തീരുമാനിക്കുകയുള്ളൂ. ഗോപന്റേത് സ്വാഭാവിക മരണമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായെങ്കിലും രാസപരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ ദുരൂഹത ഒഴിയുകയുള്ളൂ. കഴിഞ്ഞ ജനുവരി 16-ാം തീയതിയാണ് കല്ലറയുടെ സ്ലാബ് മാറ്റി ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്തത്. ഇരിക്കുന്ന നിലയിലായിരുന്നു കല്ലറയിൽ മൃതദേഹം. നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. നെയ്യാറ്റിൻകരയിൽ പിതാവ് സമാധിയായെന്ന് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് ഗോപൻ സ്വാമിയുടെ മരണം ചർച്ചയായത്. പിന്നാലെ കല്ലറയിൽ നിന്നും പുറത്തെടുത്ത ഗോപൻ സ്വാമിയുടെ മൃതദേഹം സംസ്കരിച്ചിരുന്നു. പൊളിച്ച സമാധിത്തറയ്ക്ക് പകരം പുതിയ സമാധിത്തറ കുടുംബം ഒരുക്കിയിരുന്നു. സന്യാസിമാരുൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിലാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം വീണ്ടും സമാധി ചെയ്തത്. അതേസമയം നെയ്യാറ്റിൻകർ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിൽ ശരീരത്തിൽ അസ്വാഭാവികമായ മുറിവുകളോ ക്ഷതമോ കണ്ടെത്തിയില്ല. കാലുകളിൽ പഴക്കം ചെന്ന മുറിവുണ്ട്. ഇത് പ്രമേഹത്തെ തുടർന്ന് ഉണ്ടായതാണ്. ഹൃദയവാൽവിൽ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നതായും കണ്ടെത്തി. ഇത് മരണകാരണമായിരുന്നോ എന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല.